ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി വബഅദ്. വഹുവ ഐ ഖബറുർ റസൂലി യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയ്യ ഐ അൽ ഹാസില ബിൽ ഇസ്തിദ്ലാൽ ഐ ബിൻ നദരി ഫി ദലീൽ വഹുവ الذي يمكن التوصل بصحيح النظر فيه إلى العلم بمطلوب خبري. وقيل قول مؤلف من قضايا يستلزم لذاته قولا آخر. فعلى الأول الدليل على وجود الصانع هو العالم، وعلى الثاني قولنا العالم حادث وكل حادث فله صانع. وأما قولهم الدليل هو الذي يلزم من العلم به العلم بشيء آخر فبالثاني أوفق. أما كونه موجبا للعلم فللقطع بأن من أظهر الله تعالى المعجزة على يده تصديقا له في دعوى الرسالة كان صادقا فيما أتى به من الأحكام، وإذا كان صادقا يقع به العلم بمضمونها قطعا. وأما أنه استدلالي فلتوقفه على الاستدلال واستحضار أنه خبر من ثبتت رسالته بالمعجزات، وكل خبر هذا شأنه فهو صادق ومضمونه واقع. ഖബറു സാദിഖ് രണ്ട് വിധമാണെന്ന് പറഞ്ഞു. ഒന്ന് മുത്തവാത്തിർ, മറ്റൊന്ന് പ്രവാചകൻ്റെ ഖബർ. വഹുവ ഈ ഖബറുർ റസൂല് യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയ്യ. ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ തെളിവ് പിടിക്കൽ എന്നാണ്. അതിലേക്ക് നിസ്ബയാണ് ഇസ്തിദ്ലാലിയ്യ് അതിലേക്ക് ചേർക്കപ്പെട്ടത്. അപ്പോൾ ഇസ്തിദ്ലാലിയായ ഇൽമ്, ലറൂരിയായ ഇൽമുണ്ട്, ഇസ്തിദ്ലാലിയായ ഇൽമുണ്ട്. ലറൂരിയായ അറിവിന് തെളിവിൻ്റെ ആവശ്യമില്ല, ഒരു പ്രത്യേകമായ ചിന്തയുടെയോ തെളിവിൻ്റെയോ ആവശ്യമില്ല. അതാണ് ലറൂരിയായ അറിവ്. എന്നാൽ ദലീലിൽ മനനം നടത്തി കണ്ടുപിടിക്കുന്ന അറിവാകുമ്പോൾ അത് ഇസ്തിദ്ലാലിയായ അറിവായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള നിലക്ക് അതിന് ഒറ്റയടിക്കല്ല അറിവ് കിട്ടുന്നത്. അത് ഇസ്തിദ്ലാലിയായ അറിവാണ്. ഐ അൽ ഹാസുല ബിൽ ഇസ്തിദ്ലാൽ. എന്താണ്? ഐ ബിൻ നദരി ഫി ദലീൽ. തെളിവിൽ നദർ ചെയ്യണം. എന്താണ് തെളിവെന്ന് പറഞ്ഞാൽ സാന്ദർഭികമായി ഒന്ന് പറയുന്നത് മാത്രം. ഓവ ദലീൽ എന്നാൽ അല്ലദീ ഒന്നാണ്, യുംകിനു തവസ്സുലു ബി സഹീഹി നദരി ഫീഹി, ആ ഒന്നിൽ ശരിയായ ചിന്ത നടത്തലിലൂടെ എത്തിച്ചേരാൻ കഴിയും, ഇലൽ ഇൽമി ഒരറിവിലേക്ക്, ബി മത്ലൂബിൻ ഖബരിയിൻ ഖബരിയായ മത്ലൂബ് കൊണ്ടുള്ള അറിവിലേക്ക്. ഒരഭിപ്രായമാണ് ഇത്. ദലീൽ എന്ന് പറഞ്ഞാൽ ഇത്. ഇനി വക്കീല ദലീൽ എന്നാൽ വേറൊരു അഭിപ്രായം. ഖൗലും മുഅല്ലഫുൻ മിൻ ഖളായ യസ്തൽസിമു ലിദാതിഹി ഖൗലൻ ആഖറ. ഒരു ഖൗലാണ് മുഅല്ലഫുൻ തഅലീഫ് ചെയ്യപ്പെട്ട, മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ മുറക്കബ്, മിൻ ഖളായ പല ഖദിയകളാലും, യസ്തൽസിമു ലിദാതിഹി ആ ഖൗലും മുഅല്ലഫിൻ്റെ ദാത്തിന് വേണ്ടി ലാസിമാക്കും. അതിനു വേണ്ടി തന്നെ ലാസിമാകും. എന്തിനാ? ഖൗലൻ ആഖറ, മറ്റൊരു ഖൗലിനെ. ഇവിടെ രണ്ട് താരീഫുകളാണ് ദലീലിന് പറഞ്ഞത്. ഫഅലൽ അവ്വലി ഒന്നാമത്തെ താരീഫ് പ്രകാരം അദ്ദലീലു അലാ വുജൂദി സ്സാനിഇ ഖാലിഖുണ്ടെന്നതിൻ്റെ തെളിവ് ഹുവൽ ആലം, ഈ ലോകമാണ്. ഈ ലോകമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ സുമിയൽ ആലമു ആലമൻ. ആലമിന് ആലമ് എന്ന് പേര് വെക്കാൻ കാരണം ലി അന്നഹു ദലാലത്തുൻ അലാ വുജൂദി ഖാലിഖിഹി, ആ ആലമിൻ്റെ സൃഷ്ടാവുണ്ടെന്നുള്ളതിൻ്റെ മേൽ ആലമ് തെളിവായത് കൊണ്ടാണ് ആലമിന് അലാമത്തിൽ നിന്നുള്ള ആലം എന്ന പേര് വെച്ചത് എന്നാണ്. അപ്പോൾ ആലമാണ് തെളിവ്. എന്തിൻ്റെ? അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ. അപ്പോൾ ആലം എന്ന് പറയുന്ന ആ മുസവ്വറായ അതിനെ മാത്രം എടുത്താൽ മതി. ആലം, വേറൊന്നും അതിൻ്റെ കൂടെ കൂട്ടണ്ട. ഒന്നാമത്തെ താരീഫ് പ്രകാരം. വഅലസാനി രണ്ടാമത്തെ താരീഫ് പ്രകാരം ദലീലേതാ? ഖൗലുന അൽ ആലമു ഹാദിസുൻ വകുല്ലു ഹാദിസിൻ ഫലഹു സാനിഉൻ. ലോകം പുതിയതാണ്, പുതിയതായ ഏതൊന്നിനും ഫലഹു സാനിഉൻ, അതിന് ഖാലിഖ് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ഖദിയെല്ലാം കൂട്ടുമ്പോൾ മാത്രമേ ദലീലാകുന്നുള്ളൂ. ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ആലമ് മാത്രം തന്നെ ദലീലാണ്. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ പറയണം, ഖദിയ കൊണ്ടുവന്നിട്ട് പറയണം, അൽ ആലമു ഹാദിസുൻ വകുല്ലു ഹാദിസിൻ ഫലഹു സാനിഉൻ എന്ന് തന്നെ പറയണം. വ അമ്മാ ഖൗലുഹും അദ്ദലീലു ഹുവ അല്ലദീ യൽസമു മിനൽ ഇൽമി ബിഹി അൽ ഇൽമു ബി ഷൈഇൻ ആഖറ. ദലീൽ എന്നാൽ ഒന്നാണ്. ആ ഒന്നിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ മറ്റൊന്നിനെ സംബന്ധിച്ചുള്ള അറിവ് അതിനെ തുടർന്ന് വരുന്നതാണ്.
ഒരു കാര്യം അതിനെക്കുറിച്ച് അറിയുമ്പോൾ മറ്റൊരറിവ് നമുക്ക് ലഭിക്കും. അതാണ് എന്ന് പറഞ്ഞ ദലീലിനുള്ള താരീഫാകുന്നത് ഫബിസാനി. രണ്ടാമത്തെ ആ താരീഫിനോടാണ് ഔഫക്കു ഏറ്റവും യോജിച്ചത്. രണ്ടാമത്തെ താരീഫ്, അപ്പോൾ ടോട്ടല് 3 താരീഫായി. മൂന്നാമത്തെ താരീഫ് രണ്ടാമത്തെ താരീഫിനോടാണ് കൂടുതൽ യോജിക്കുന്നത് എന്ന്. അദ്ദലീലു അല ഏത് പിന്നെ കൗലു മുഅല്ലഫുൻ മിൻ ഖളായ യസ്തലിമു ലിദാതിഹി ഖൗലൻ ആഖറ എന്നുള്ളതിനോട് യോജിക്കുന്നത് ഈ പിന്നെ ഖൗലാണ് എന്ന്. ഈ ഖൗല് അതിനോട് കൂടുതൽ യോജിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ താരീഫിൽ ലുസൂമ് വരുന്നുണ്ട് അല്ലേ, യൽസമു മിനൽ ഇൽമിഹി ബിഹി എന്ന്. ആ രണ്ടാമത്തെ താരീഫിൽ എന്ത് വരുന്നുണ്ട്? യസ്തൽസിമു ലിദാതിഹി ഖൗലൻ ആഖറ എന്ന ലുസൂമ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അമ്മ കൗനുഹു ഖബറുർ റസൂലി മൂജിബല്ലിൽ ഇൽമി, അറിവിനെ ഉണ്ടാക്കിത്തരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഫലിൽ ഖത്ഇ ഉറപ്പുള്ളതിന് വേണ്ടിയാ. ബി അന്നമൻ ഒരാൾ അൽഹറ അല്ലാഹു തആല അൽ മുഅ്ജിസ, അല്ലാഹു തആല മുഅ്ജിസത്തിനെ വെളിവാക്കി അലാ യദിഹി അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ, തസ്ദീഖൻ ലഹു അദ്ദേഹത്തെ സത്യമാക്കാൻ, ഫി ദഅവ റിസാല പ്രവാചകത്വത്തിൻ്റെ വാദത്തിൽ അദ്ദേഹത്തിനെ സത്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ മുഅ്ജിസത്തിനെ അള്ളാഹു വെളിവാക്കിയ ഒരാൾ ഖാന അദ്ദേഹമായിരിക്കുന്നു സ്വാദിഖൻ സത്യസന്ധനാണ്, ഫീമാ അത്താബിഹി താൻ കൊണ്ടുവന്നതിൽ മിനൽ അഹ്കാമി ഹുക്കുമുകളാൽ. അപ്പോൾ ഏതൊക്കെ ഹുക്കുമുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഹുക്കുമുകളിൽ അയാൾ സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുന്നു. ഖാന സ്വാദിഖൻ, അപ്പോൾ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ യഖൗബിഹി അതുകൊണ്ട് പിന്നെ ലഭിക്കുന്നതാണ് അൽ ഇൽമു ബി മദ്മൂനിഹ, ആ അഹ്കാമിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുന്നതാണ്. ആ അഹ്കാമിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കും. ഖത്അൻ നിസ്സംശയം ലഭിക്കുന്നതാണ്, ഗണ്യതമായി ലഭിക്കുന്നതാണ് എന്ന്. വഅമ്മ അന്നഹു ഇസ്തിദ്ലാലിയുൻ, റസൂലുള്ളാഹിയുടെ പിന്നെ ഖബർ അത് ഇസ്തിദ്ലാലിയാണെന്ന് പറയാൻ കാരണം എന്താ? അതാണ് പറയുന്നത്. ഫലി തവഖുഫിഹി, അത് ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്, അലിൽ ഇസ്തിദ്ലാലി തെളിവ് പിടിക്കുന്നതിൻ്റെ മേൽ, വസ്തിഹ്ലാരി മനസ്സിൽ ഹാദിറാക്കുന്നതിൻ്റെയും മേൽ. എന്താ മനസ്സിൽ ഹാദിറാക്കേണ്ടത്? അന്നഹു ഈ പറഞ്ഞ ഖബറുമൻ ഒരാളുടെ ഖബറാണ്, സബത്ത തിരിസാലത്തു അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ബിൽ മുഅ്ജിദാത്തി മുഅ്ജിദത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വ കുല്ലു ഖബറിൻ ഏതൊരു ഖബറും ഹാദാ ഇതാണ് ഷൗനുഹു ആ ഖബറിൻ്റെ ഷൈനി. ഏത്? മുഅ്ജിദത്ത് കൊണ്ട് റിസാലത്ത് സ്ഥിരപ്പെട്ടതായ ഒരാൾ എന്ന് പറയുന്ന ആ ഷൈനിലുള്ള ഒരാളുടെ ഖബർ ഫൗവ സാദിഖുൻ അദ്ദേഹം ആരായിരിക്കും? അത് സത്യസന്ധമായിരിക്കും. വ മദ്മൂനുഹു ആ ഖബറിൻ്റെ ഉള്ളടക്കം വാക്കിയുൻ അത് യഥാർത്ഥത്തിൽ ഉള്ളതുമായിരിക്കും. ഈ രീതിയിൽ ഇസ്തിദ്ലാൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് അറിവിനെ ഫായിദോപ്പിക്കുന്നതാകുന്നുള്ളൂ എന്ന്. വൽ ഇൽമു സാബിതു ബിഹി ഐ ബി ഖബരി റസൂലി, റസൂലുള്ളാഹിൻ്റെ ഖബർ കൊണ്ട് സ്ഥിരപ്പെട്ട അറിവാകുന്ന യുലാഹി ഐ യുഷാബിഹു സാദൃശ്യമാകുന്നുണ്ട്. ലാഹ യുലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാബഹ യുഷാബിഹു എന്ന മാന, സാദൃശ്യമാകുക എന്നാണ്. എന്തിനോട്? അൽ ഇൽമ സാബിത്ത ബിൽ ലറൂറ, ലറൂറത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട അറിവിനോട് സാദൃശ്യമാകും. കൽ മഹ്സൂസാത്തി, അതാണ് നമ്മൾക്കൊരു സംശയം വരാൻ കാരണം. നമ്മുടെ മനസ്സിലേക്ക് തബാദുറാകുന്നത് നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ സംശയം? അത് പിന്നെ ലറൂരിയായ അറിവ് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അവിടത്തേക്കാണ് പറഞ്ഞെത്തുന്നത്. നമ്മൾ ആ സംശയത്തിന് ഒരു ഉപോത്ബലകമായിട്ടാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. വൽ ഇൽമു സാബിത്തു ബിഹി യുലാഹി അൽ ഇൽമ സാബിത്ത ബിൽ ലറൂറ എന്ന് പറഞ്ഞതിൽ നമുക്കെന്ത് മനസ്സിലായി? അപ്പോൾ നദരിയാണ് ഇസ്തിദ്ലാലിയാണെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇസ്തിദ്ലാലി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ ഇസ്തിദ്ലാലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നബിതങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ദലീലിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ, ഇസ്തിദ്ലാലിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നബിതങ്ങളുടെ മുഖാത്തബീങ്ങളായ സ്വഹാബത്തിന് ഒരു നബിതങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു അറിവ് ലഭിക്കണമെങ്കിൽ അവിടെ ഇസ്തിദ്ലാൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബിൽഫീൽ ഇസ്തിദ്ലാൽ ചെയ്യൊന്നും വേണ്ട, ബിൽക്കുവ ഇസ്തിദ്ലാൽ ഉണ്ടായാൽ മതി. അഥവാ ഏത് നബിതങ്ങൾ പറഞ്ഞ ഖബറിനെ കുറിച്ചിട്ടും ഇങ്ങനെ ആലോചിക്കാമല്ലോ, ഇത് മുഅ്ജിദത്ത് കൊണ്ട് ബലമാക്കപ്പെട്ടതായ ശക്തി പകരപ്പെട്ട നബിതങ്ങളുടെ വാക്കാണ്, അപ്പോൾ നബിതങ്ങൾ അതിൽ സത്യസന്ധനാണ്, അപ്പോൾ ഈ പറഞ്ഞ വാക്കും സത്യസന്ധമാണ് എന്നുള്ള ആ കലിയ കൂട്ടലുണ്ടല്ലോ, ആ കലിയ കൂട്ടൽ എല്ലാവരും ഇൻഫിആലിയായിട്ട് യാന്ത്രികമായി വന്ന് ചേർന്നോളും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ലറൂറത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട അറിവിനോട് സാദൃശ്യമാകുന്നു എന്ന് പറഞ്ഞത്. ഏതുപോലെ? ഏതാ ലറൂറത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ഇൽമ? ഏതുപോലെ? കൽ മഹ്സൂസാത്തി, നമ്മുടെ ഇന്ദ്രിയ വിധേയമായ അറിവുകളെ പോലെ. പഞ്ചസാരക്ക് മധുരമുണ്ട്, ബെയിലിന് ചൂടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. വൽ ബദീഹിയാത്തി, അതായത് ബദീഹിയായ കാര്യങ്ങൾ, മഹ്സൂസാത്ത് ബദീഹിയായ കാര്യങ്ങൾ, ചിന്തയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. വൽ മുത്തവാത്തിറാത്തി,
തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതായ കാര്യങ്ങളെ പോലെ ഉള്ളത്. ഏത് വിഷയത്തിൽ മുദാഹാത്ത്, ഏത് വിഷയത്തിലാണ് ഷബഹുള്ളത്? അത് ഫിത്തയക്കുനി, ഉറപ്പിൻ്റെ വിഷയത്തിൽ. ഉറപ്പെന്ന് പറഞ്ഞാൽ ഐ അതിമി ഇഹ്തിമാലിൻ നക്കീലി, വിപരീതത്തിന് ഒരു സാധ്യതയില്ലാത്ത വിഷയത്തിൽ, വസ്സബാത്തി, ദൃഢതയുടെ വിഷയത്തിലും, ഐ അദമി ഇഹ്തിമാലി സവാൽ, നീങ്ങിപ്പോകാനുള്ള സാധ്യത ഇല്ല എന്ന വിഷയത്തിലും. എങ്ങനെ നീങ്ങിപ്പോകുന്നു? ബി തഷ്കീക്കിൽ മുഷക്കിക്ക്, ഒരു സംശയമുണ്ടാക്കുന്നവൻ്റെ സംശയം ജനിപ്പിക്കലിലൂടെ നീങ്ങിപ്പോകുന്ന അറിവല്ല. ഫഹുവ, അപ്പോൾ അത് ഇൽമുൻ, അറിവാണ്. ബി മഅന, അപ്പോൾ അത്തരം ത്തിലുള്ള ഒരു അറിവ്. അപ്പോൾ ഫഹുവ, അത് ആ ഖബറുർ റസൂൽ കൊണ്ട് സ്ഥിരപ്പെട്ട അറിവ് ഇൽമുൻ, ഒരു അറിവാണ്. ബി മഅന അൽ ഇഅ്തിഖാദി, ഒരു വിശ്വാസമാണ്. അൽ മുതാബിഖി, ഹക്കിനോട് യോജിച്ച. അൽ ജാസിമി, ഉറപ്പായ. അസാബിത്തി, സ്ഥിരപ്പെട്ട ആ അറിവാണത്. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഈ പറയപ്പെട്ട അൽ ഇഅ്തിഖാദുൽ മുതാബിഖുൽ ജാസിമു അസാബിത്തു അല്ലെങ്കിൽ ലക്കാന, അതാകുമായിരുന്നു, ജഹ്ലൻ, അജ്ഞതയോ, ഔ ദന്നൻ, ഭാവനയോ, ഔ തഖ്ലീദൻ, അനുകരണമോ ആയിരിക്കും. അതിനെക്കുറിച്ച് അറിവെന്ന് പറയുകയില്ല. അപ്പോൾ അറിവിൻ്റെ മുക്കാബലയിലാണ് ജഹ്ല്. അത് നമുക്ക് എങ്ങനെയാലും ബോധ്യപ്പെടുന്നത്. ലന്നും അറിവിൻ്റെ മുക്കാബലയിലാണ് ഉപയോഗിച്ചത്. തഖ്ലീദും അറിവിൻ്റെ മുക്കാബലയിലാണ്. കാരണം തഖ്ലീദ് മുഖല്ലദ് ബിഹിയായ കാര്യം ചിലപ്പോൾ അത് സത്യസന്ധമാണെങ്കിൽ തന്നെ ഞങ്ങളുടെ മനസ്സിന് ഒരു യഖീൻ അതിലൂടെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഫഇൻ ഖീല, ചോദിക്കപ്പെട്ടാൽ, ഹാദാ ഇന്നമാ യകൂനു ഫിൽ മുത്തവാത്തിരി ഫഖത്ത്, അത് മുത്തവാത്തിറിൽ മാത്രമല്ലേ കിട്ടൂ. അൽ ഇഅ്തിഖാദുൽ മുതാബിഖുൽ ജാസിമു സാബിത്തു എന്നത് അത് മുത്തവാത്തിറിൽ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുകളിൽ നിന്ന് മുത്തവാത്തിറായതിൽ മാത്രമല്ലേ ഈ ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഫയർജു ഇലൽ കിസ്മിൽ അവലി, ആദ്യം പറഞ്ഞ അൽ ഖബറുൽ അൽ മുത്തവാത്തിറു എന്ന് പറഞ്ഞ അതിലേക്ക് തന്നെ മടങ്ങൂലേ? അപ്പോൾ വേറെ എന്നൊരു കിസ്മായിട്ട് ഇതിനെ എണ്ണേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചാൽ, കുൽനാ, ഞങ്ങൾ പറയുന്നു, അൽ കലാമു, കലാമ്, ദാലിക, അൽ കലാമു എന്ന് പറഞ്ഞെങ്കിൽ ആ ഖബർ, ഫീമ ഉലിമ, അറിയപ്പെട്ടതില്ല, അന്നഹു ഖബറുർ റസൂലി, റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് അറിയപ്പെട്ടതില്ല. ബിയാൻ സുമിയ മിൻ ഫീഹി, എങ്ങനെയാണ് ഖബറാണെന്ന് അറിയപ്പെടുന്നത്? നബി തങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കപ്പെടലുകൊണ്ട്. അപ്പം നേരിട്ട് സഹാബത്ത് കേൾക്കപ്പെടലുകൊണ്ട്. ഔ തവാത്തറ അനു, അല്ലേ നബിയെ തൊട്ട് മുത്തവാത്തറായി വന്നിട്ടുണ്ട്. ദാലിക, ആ കലാമ് മുത്തവാത്തറായി വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ലേ അങ്ങനെ ആവുകയുള്ളൂ. ഔ ബി ഗൈരി ദാലിക, അല്ലെങ്കിൽ അതല്ലാത്തതിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലോ പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു ഇൽഹാമ് ചെയ്തു കൊടുത്തു, ഇത് റസൂലുള്ളാഹിയുടെ ഖബറാണ് എന്ന്. അതാ ഔ ബി ഗൈരി ദാലിക, നമുക്ക് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ. അമ്മ ഖബറുൽ വാഹിദി, മുത്തവാത്തിർ അല്ലാത്ത ഖബറുകളോ, ഫഇന്നമാ ലം യുഫിദിൽ ഇൽമ, അത് അറിവിനെ ഫായിദ ഒപ്പിക്കാതിരിക്കുന്നത്, ലി ഉറൂദി ശുബ്ഹത്തി, സംശയം പുതുതായി വന്നതിന് വേണ്ടിയാണ്. ഫീ കൗനിഹി ഖബർ റസൂൽ, അത് റസൂലുള്ളാഹിയുടെ ഖബർ ആണോ അല്ലേ എന്നുള്ളതിൽ സംശയം വന്നതുകൊണ്ടാണ് ആ ഖബർ വാഹിദ് അറിവിനെ ഫായിദ ഒപ്പിക്കാത്തത് എന്ന്. ഫഇൻ ഖീല, ഇനി പറയപ്പെട്ടാൽ, ഫഇദാ കാന മുത്തവാത്തിറൻ ഔ മസ്മൂഅൻ, അത് മുത്തവാത്തിറോ ഔ മസ്മൂഅൻ മിൻ ഫീ റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വായയിൽ നിന്നോ കേൾക്കപ്പെട്ടതാവുകയോ ചെയ്താൽ, കാനൽ ഇൽമുൽ ഹാസിലു ബിഹി, അതുകൊണ്ട് ലഭ്യമായ അറിവ് അത് ലറൂരി തന്നെ ആയില്ലേ. കമാ വ ഹുക്മു സായിരിൽ മുത്തവാത്തിറാത്തി വൽ ഹിസിയാത്തി, മറ്റ് മുത്തവാത്തിറാത്തുകളുടെയും മറ്റ് ഹിസിയാത്തുകളുടെയും ഹുക്കുമായതുപോലെ ലസ്തിദ്ലാലിയൻ ഇസ്തിദ്ലാലിയാവൂല. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മുത്തവാത്തിർ അല്ലെങ്കിൽ നബി തങ്ങളുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നത് അതും ഇതും രണ്ടാണ്. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? ഇസ്തിദ്ലാലിയായ ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന മുത്തവാത്തിറായിരിക്കുന്ന ഹദീസ് ആണെങ്കിൽ അത് പിന്നെ ലറൂരിയായ അറിവിനെ ഫായിദ ഒപ്പിക്കുന്ന, ഇസ്തിദ്ലാലിയായ അറിവിനെയല്ല. അപ്പോൾ ഈ ഖബറുർ റസൂലി എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിദ്ലാലിയായ അറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഖബറുർ റസൂലിനെ കുറിച്ചാണ്. നബി തങ്ങളുടെ തന്നെ മുത്തവാത്തിറായ ഹദീസിനെ കുറിച്ചല്ല ചർച്ച. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊല്ല, ഞങ്ങൾ പറയും, അൽ ഇൽമു ലറൂരിയു ഫിൽ മുത്തവാത്തിർ, മുത്തവാത്തിറിലുള്ള ലറൂരിയായ അറിവ് ഏത് മാത്രമാണ്? ഹുവൽ ഇൽമു ബി കൗനിഹി ഖബർ റസൂൽ, അത് റസൂലുള്ളാഹിയുടെ ഖബറാണെന്നുള്ളത് കൊണ്ടുള്ള അറിവാണ്. ലി അന്ന ഹാദൽ മാന, ഈ മാന
ഏത് ഖബറുർ റസൂലാണ് എന്നുള്ളത് കൊണ്ടുള്ള അറിവ് ഹുവല്ലദീ തവാത്തറൽ ഇഖ്ബാറു ബിഹി, അതാണ് മുഖ്ബർ ബിഹിയായി മുത്തവാത്തറായ കാര്യം. അതുകൊണ്ടുള്ള ഇഖ്ബാറാണ് മുത്തവാത്തിർ. ഏത് അല്ലാണ്ട് ആ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഈ ഖബറുകളിൽ നിന്നും ഖുർആനിൽ നിന്നും കിട്ടുന്ന മഅനകളും മദ്ലൂലുകളും അതെന്തല്ല ഖത്ഈ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എന്തേ മുത്തവാത്തിർ ആകുന്നുള്ളൂ, ഇത് നബി തങ്ങൾ പറഞ്ഞതാണെന്ന് മുത്തവാത്തിറാകും. ഇനി അവിടെ എന്താക്കണോ, അപ്പോൾ മുത്തവാത്തിർ ആകുമ്പോൾ തന്നെ ഇസ്തിദ്ലാലി ആകുന്നത് എങ്ങനെ? ഇസ്തിദ്ലാലി അതാ വഫിൽ മസ്മൂഇ മിൻ ഫീ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വായയിൽ നിന്ന് കേൾക്കപ്പെടുന്നതിലോ ഹുവ ഇദ്റാഖുൽ അൽഫാലി, ആ ലഫ്ദുകളെ എത്തിക്കലാണ്. വ കൗനുഹ കലാമർ റസൂലി, റസൂലുള്ളാഹിൻ്റെ കലാമാണ് എന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എന്നാലും എന്ത് വരുന്നുണ്ട്, വൽ ഇസ്തിദ്ലാലിയു, അവിടെ വരുന്ന ഇസ്തിദ്ലാലി ഏതാ? വൽ ഇൽമു ബി മദ്മൂനിഹി, ആ നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള അറിവാണ്. വ സുബൂത്തി മദ്ലൂലിഹി, അതിൻ്റെ ആശയത്തിൻ്റെ സ്ഥിരതയുമാണ്. മസലൻ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ എന്ന് പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞ്? അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, ഒരു വാദവുമായി വന്ന ആളാണ് ആ വാദത്തിന് ഉപോത്ഫലകമായ തെളിവുകൾ നിരത്തേണ്ടത് എന്നും, വൽ യമീനു, സത്യം ചെയ്ത് സ്ഥിരപ്പെടുത്തേണ്ടവൻ ആരാണ്? അലാ മൻ അൻകറ, നിഷേധിച്ചവനാണ്. അപ്പോൾ ഒരു മുദ്ദഇയുടെ ദഅവയെ ഇൻകാർ ചെയ്തുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആര് ചെയ്യണം? വല്ലാഹി ഇട്ടിട്ട് സത്യം ചെയ്തിട്ട് പറയണം. അപ്പോൾ സത്യം ചെയ്യേണ്ടത് ഇൻകാർ ചെയ്തവനും തെളിവ് കൊണ്ടുവരേണ്ടത് വാദിയുമാണ് എന്ന് നബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഉലിമ, ആ കൗല് അറിയപ്പെട്ടിട്ടുണ്ട്. ഉലിമ ബിത്തവാത്തുരി, തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖബറുർ റസൂൽ, ഈ അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ എന്ന ഹദീസ് അത് റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. വഹുവ ലറൂരി, എന്ത് തന്നെയാണത്? ലറൂരിയാണ്. ഇത് റസൂലുള്ളാഹിന്റെ ഖബറാണെന്നുള്ളത് ലറൂരിയാണ്. സുമ്മ ഉലിമ മിൻഹു, പിന്നെ അതിൽ നിന്ന് അറിയപ്പെട്ടോ എന്ത്? അന്നഹു യജിബു അൻ യകൂന അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, ബയ്യിനത്ത് മുദ്ദഇന്റെ മേൽ ആകൽ നിർബന്ധമാണ് എന്ന് അറിയപ്പെട്ടു. വഹുവ ഇസ്തിദ്ലാലിയുൻ, ആ ഒരു അറിയപ്പെട്ടത് ഏതാണ്? ഇസ്തിദ്ലാലിയാണ്. അഥവാ രണ്ട് മുഖദ്ദിമ അവിടെ കൂടണം. ഹാദാ ഖബറുർ റസൂലി വ കുല്ലു മാ ഹുവ ഖബറുർ റസൂലി ഫമദ്മൂനുഹു ഹഖുൻ എന്ന് എന്താക്കണോ, അങ്ങനെ കദിയ കൂട്ടിയിട്ട് പറയുമ്പോൾ മാത്രമേ അത് നമുക്ക് അറിവിനെ ഫായിദ വപ്പിക്കുകയുള്ളൂ എന്ന്. ഫഇൻ ഖീല, ഇനി പറയപ്പെട്ടാൽ അൽ ഖബറു സ്വാദിഖു അൽ മുഫീദു ലിൽ ഇൽമി, ഇനി മറ്റൊരു ചോദ്യമാണ്, അറിവിനെ ഫായിദ വപ്പിക്കുന്ന ഖബറു സാദിഖ് ലാ യൻഹസുറു ഫിൻ നൗഐനി, രണ്ട് വകുപ്പുകളിൽ മുൻഹസർ ആകുന്നില്ല. ബൽ ഖദ് യകൂനു ഖബർ അല്ലാഹ് ഔ ഖബർ അൽ മലക്കി ഔ ഖബർ അഹ്ലിൽ ഇജ്മാഇ അവിൽ ഖബർ അൽ മക്റൂന ബിമാ യർഫഉ ഇഹ്തിമാൽ അൽ കദിബി. എന്താണ്? അള്ളാഹുവിൻ്റെ ഖബറും മലക്കിൻ്റെ ഖബറും അതുപോലെ ഇജ്മാഇൻ്റെ ആളുകളുടെ ഖബറും. ഒരു ഏകോപിച്ച ആളുകളുണ്ടാവുമല്ലോ, ഒരു വിഷയത്തിൽ ഏകോപനത്തിലായ ആളുകൾ, ആ പിന്നെ ഖബറും ആകാം. അല്ലെങ്കിൽ കളവിനുള്ള സാധ്യതയെ ഇല്ലായ്മ ചെയ്യുന്ന ഖരീനത്തുള്ള ഖബറും, അതും എന്താകാം? നമുക്ക് ഖബർ സാദിക്കാകാം. ഏതുപോലെ? കൽ ഖബരി, ഒരു വിവരം പോലെ, ഒരു ഖബർ പോലെ. ബി ഖുദൂമി സെയ്ദ് വരുന്നുണ്ട്. ഇന്ദ തസാറുഇ ഖൗമിഹി ഇലാ ദാരിഹി, അവൻ്റെ കൗമെല്ലാം അവൻ്റെ വീട്ടിലേക്ക് ഉളരുന്ന സമയത്ത്, ഓടി അടുക്കുന്ന സമയത്ത് സെയ്ദ് വന്നിട്ടുണ്ട് എന്ന് ആൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? അത് ഖബറു സാദിക്കായി, അതിൽ നിന്ന് നമുക്ക് അറിവും കിട്ടുന്നുണ്ടല്ലോ എന്ന്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഖുൽന, നമ്മൾ പറയും അൽ മുറാദു, ഖബർ സാദിക്കൊണ്ടുള്ള മുറാദ് ഖബറുൻ, ഒരു ഖബറ, യകൂനു, അതാകും സബബൽ ഇൽമി, അറിവിൻ്റെ കാരണമാകും, ലി ആമ്മത്തിൽ ഖൽഖി, പൊതുസമൂഹത്തിന്, ബി മുജറദി കൗനിഹി ഖബറൻ, അത് ഖബറാകുക എന്നുള്ളത് കൊണ്ട് മാത്രം, വേറൊന്നും അതിൽ കൂടാതെ. മാ ഖതീൻ നദിരി അനിൽ ഖറായിനി, കരീനത്തുകളെ നോക്കുന്നതിന് കരീനത്തുകളെ തൊട്ടുള്ള നോട്ടത്തെ മുറിക്കലോടുകൂടെ, നോട്ടം മുറിക്കുക കരീനത്തിൽ നിന്ന്. അപ്പോൾ കരീനത്തൊന്നും നോക്കാതെ കണ്ട് ഇതൊരു ഖബറാണെന്നുള്ള നിലക്ക് ആമത്തുൽ ഖൽക്കിനിക്ക് അറിവ് ലഭിക്കണമെന്നാണ്. അൽ മുഫീദത്തിൽ യക്കീനി, എങ്ങനത്തെ കരീനത്ത്? യക്കീനെ ഫായിദ ഒപ്പിക്കുന്ന. അതെങ്ങനെ? ദലാലത്തിൽ അഖിരി, ബുദ്ധിയുടെ അറിയിപ്പ് കൊണ്ട്.
അപ്പോൾ ഖബറുൽ മലക്കി, അള്ളാഹുവിൻ്റെ ഖബർ അല്ലെങ്കിൽ മലക്കിൻ്റെ ഖബർ ഇന്നമായക്കൂനും മുഫീദല്ലിൽ ഇൽമി, അത് അറിവിനെ ഫായിദോപ്പിക്കുന്നത് ബിൻ നിസ്ബത്തില അമ്മത്തുൽ ഖൽക്കി, പൊതുസമൂഹത്തിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഇദാ വസല ഇലൈഹിം മിൻ ജിഹത്തിർ റസൂൽ, അത് റസൂൽ മുഖേന ലഭിച്ചെങ്കിൽ മാത്രമേ അറിവ് ലഭിക്കുന്നുള്ളൂ. കാരണം റസൂലുള്ളാഹിക്ക് മാത്രമല്ലേ ഇത് മലക്കിൻ്റെ ഖബറാണെന്നും അള്ളാഹുവിൻ്റെ ഖബറാണെന്നും പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബി വാസിത്തത്തിൽ റസൂലാണ് ഖബറുല്ലാഹിയും ഖബറുൽ മലക്കും അറിവിനെ ഫായിദോപ്പിക്കുന്നത്. അപ്പോൾ ഹുക്കുമു ഖബരിർ റസൂലി, അതിൻ്റെ ഹുക്കം ഏത് തന്നെയാണ്? റസൂലുള്ളാഹിയുടെ ഖബറിൻ്റെ ഹുക്കുമിൽ തന്നെയാണ്. ഇനി ഖബറു അഹ്ലിൽ ഇജ്മാഇ, ഇജ്മാഇൻ്റെ ആളുകളുടെ ഖബറോ അത് ഫീ ഹുക്കുമിൽ മുത്തവാത്തിറിൻ്റെ ഹുക്കുമിലുമാണ്. അപ്പോൾ ഒരു പുതിയതായിട്ട് ഒന്നും ഇവിടെ ഇല്ല. രണ്ടെണ്ണത്തിൽ പരിമിതപ്പെടുത്തുന്നത് എനിക്ക് ഇവിടെ വിഷമവും ഇല്ല എന്ന്. ഏതാണ് രണ്ടെണ്ണോ? ഒന്ന് ഖബറു സാദിഖ്, മറ്റൊന്ന് ഖബറു റസൂൽ. ഈ രണ്ടെണ്ണമാണല്ലോ നമ്മൾ എന്ത് പറഞ്ഞ ഖബറു സാദിഖിൽ എന്തൊക്കെയാണ് നമ്മൾ പെടുത്തിയത്? രണ്ട് കാര്യമല്ലേ പെടുത്തി. മുത്തവാത്തിറും ഖബറു റസൂലും ആണ് എന്തിൽ പെടുത്തിയത്? ഖബറു സാദിഖിൽ പെടുത്തിയത് അല്ലേ? ആ ഖബർ സാദിക്ക് രണ്ടെണ്ണത്തിൽ അങ്ങനെ പെടുത്തുന്നതിനിക്ക് ആ ഹസറിൻ്റെ നാക്കിലൊന്നുമില്ല എന്ന്, ഹസറിനെ നക്കത് ചെയ്യുന്ന കാര്യങ്ങളില്ല എല്ലാം പറഞ്ഞിട്ട് ഈ രണ്ടെണ്ണത്തിൽ പരിമിതപ്പെടുത്തി എന്നാ അപ്പോൾ പറയുന്നത്. ചർച്ച ചെയ്യാം. ഖബറുർ റസൂൽ അൽ മുഅയ്യദ് ബിൽ മുഅ്ജിസ. അപ്പോൾ ഈ വഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങളുടെ ഹവാസ് കൊണ്ടോ ജനങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിലൂടെയോ അറിയാൻ പറ്റാത്തതായ നിരവധി കാര്യങ്ങൾ നമുക്കതിലൂടെ അറിയാൻ വേണ്ടി കഴിയുന്നു. മാത്രവുമല്ല, ഇൽമുൽ വഹയ്യ് എന്നുള്ളത് അറിവിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഏറ്റവും ഉച്ചിയിൽ നിൽക്കുന്നതാണ്, ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. കാരണം വഹയിലൂടെ ലഭിക്കുന്ന അറിവുകൾ അത് എല്ലാ വസ്തുക്കളെയും ഇഹാത്ത ചെയ്യുന്ന, പൂർണ്ണമായി അറിയുന്ന ഒരു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അറിവുകളാണ് വഹിയിലൂടെ ലഭിക്കുന്ന അറിവുകൾ. അത് റബ്ബ് തആല തിരഞ്ഞെടുത്ത ഇഖ്തിയാർ ചെയ്ത അടിമകൾക്കല്ലാതെ ഉണ്ടാവുകയില്ല. വഹി കൊണ്ട് പ്രത്യേകമാക്കുകയും ചെയ്ത അതോടുകൂടെ അള്ളാഹു തആല വഹിയിൻ്റെ ഹാമിലീങ്ങളായ അവൻ്റെ ദൂതന്മാരെ ആയാത്ത് ബയ്യിനാത്ത് കൊണ്ടും മുഅ്ജിസ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് എന്ന് അറിയിക്കുന്നതുമായ സത്യമാക്കുന്നതുമായ മുഅ്ജിസത്തുകളെ കൊണ്ട് ശക്തമാക്കപ്പെട്ട ആളുകളുമാണ്. മാത്രവുമല്ല, ഇതിലൂടെ നമുക്ക് ഞങ്ങളുടെ ഖാലിഖിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദുനിയാവിൽ ഞങ്ങളെ പടക്കാനുള്ള ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാകുന്നു. ഹലാൽ ഹറാം മനസ്സിലാകുന്നു. അതോടുകൂടെ തന്നെ അള്ളാഹു നമ്മിൽ നിന്ന് എന്തൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നോ നമ്മളെ പടപ്പ് കൊണ്ട് അതെല്ലാം നമുക്ക് മനസ്സിലാകുന്നു. എന്തിനാണ് നമ്മൾ മരിക്കുന്നത് എന്നും ജീവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കി തന്നതുപോലെ എന്തിനാണ് മരിക്കുന്നത്, മരണത്തിൻ്റെ അനിവാര്യത എന്താണ് എന്നൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. മരണശേഷം എന്താണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് വഹിയിലൂടെയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ മഅരിഫത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ബുദ്ധി ചേരാൻ കഴിയാത്തതായ ഒരു കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സുകളെയും ചിന്തകളെയും ബുദ്ധിയെയും നയിക്കുന്നത് വഹിയിലൂടെ ലഭിച്ച വഹിയിലൂടെ കാര്യങ്ങൾ അറിയിച്ചു തരുന്ന പ്രവാചകന്മാർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. അത് വേറൊരാൾക്കും തന്നെ സാധ്യമല്ല എന്നാണ്. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഒരു റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തസ്ദീഖു ജമീഇ മാ അതാനാ ബിഹി ജാഅനാ ബിഹി, കൊണ്ടുവന്ന മുഴുവനും സത്യമാക്കൽ ഞങ്ങളുടെ ബാധ്യതയുമാണ്. ആ തസ്ദീഖിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് സിദ്ദീഖുൽ അക്ബറാണ്. പേരെടുത്ത് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബറാണ്. അതിനോട് തൊട്ടുരുമി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഖദീജ ബീവി ആദ്യമായി സത്യമാക്കിയത് ഖദീജ ബീവിയ, അലി റളിയല്ലാഹു അൻഹു സത്യമാക്കിയിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ സത്യമാക്കിയിട്ടുണ്ടെങ്കിലും തസ്ദീഖിൻ്റെ വിഷയത്തിൽ ചെറിയ ചെറിയ ഡോസിൻ്റെ കുറവ് കൂടുതൽ കാരണമായിട്ട് ഓരോ വ്യക്തിത്വത്തിന് അത് ഉത്കൃഷ്ടരായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വരുന്നത് ഈ വഹിയിലൂടെ സംസാരിക്കുന്ന ഒരാളും ഇൽഹാമിലൂടെ സംസാരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് രണ്ടും ഒരുപോലെയല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% സത്യമാണ് ആകാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും അതിലൂടെ ഒരു ഹുക്മ കണ്ടെത്താനൊന്നും നമുക്ക് കഴിയില്ല എന്ന്. ഇനി വൽ ഇൽഹാമു ലൈസ ബി അറിവിൻ്റെ കാരണമല്ല എന്ന് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മൽ അഖ്ല് വഹുവ ഖുവ്വത്തുൽ നഫ്സി, അത് നഫ്സിൻ്റെ ഒരു ശക്തിയാണ്. ബിഹ, ആ ഖുവ്വത്ത് കൊണ്ട് തസ്തഇദു
ഒരുക്കമുണ്ടാകും ലിൽ ഉലൂമി അറിവിനിക്കും വൽ ഇദ്റാക്കാത്തിനിക്കും. അപ്പോൾ ബുദ്ധി അറിവുകൾ ഇദ്റാക്കാത്തു തന്നെയാണ്, അറിവുകൾ തന്നെയാണ്. വഹുവൽ മാനിയു ബി ഖൗലിഹിം, അതാണ് അവരുടെ ഖൗല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സിഫത്തുൻ സിഫത്തു ഗരീസത്തിൻ, ഒരു സഹജമായ ഒരു ഗുണമാണ്. യത്ബഉഹ, അതിനെ തുടർന്നുണ്ടാകും അൽ ഇൽമു, അറിവ്. ബിൽ ലറൂരിയാത്തുകളെ കൊണ്ടുള്ള അറിവ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലറൂരി തന്നെ, ലറൂരിയാത്തുകളെ കൊണ്ടുള്ള അറിവ്. ഇന്ത സലാമത്തിൽ ആലത്തുകളെല്ലാം രക്ഷപ്പെടുന്ന സമയത്ത്, അഥവാ ചെകിട്, കണ്ണ്, ഇതൊക്കെ രക്ഷപ്പെടുമ്പോൾ നമുക്കറിവ് ലഭിക്കും. വക്കീല പറയപ്പെട്ടു, അഖിലി എന്ന് പറഞ്ഞാലാണ് എന്താണെന്ന് പറയുന്നത്. ജൗഹറുൻ, അതൊരു ജൗഹറ, സത്തയാണ്. തുദറക്കു ബിഹിൽ ഗായിബായ കാര്യങ്ങൾ അതുകൊണ്ട് അറിയപ്പെടും. ബിൽ വസായിത്തി, വാസിത്തകളോടുകൂടെ, മാധ്യമങ്ങളോടുകൂടെ. വൽ മഹ്സൂസാത്ത്, അറിയപ്പെടും ബിൽ മുഷാഹദത്തി, കാണലിലൂടെ. അപ്പോൾ ഫഹുവ, ഈ അഖില് സബബുല്ലിൽ ഇൽമി, അറിവിൻ്റെ കാരണമാണ്. ഐലൻ, മറ്റ് കാരണങ്ങൾ അറിവിൻ്റെ കാരണങ്ങളായതുപോലെ. സറഹ ബിദാലിക, എന്തിനാണ് ഇത് വ്യക്തമാക്കി പറഞ്ഞത്? ഈ ഇൽമിൻ്റെ സബബ് ആണെന്ന് വ്യക്തമാക്കി പറഞ്ഞത് മുസന്നിഫ് ലിമാ ഫീഹി, അതിലുണ്ടായതിനു വേണ്ടി, അഥവാ അഖിൽ ഇൽമിൻ്റെ കാരണമാണെന്നുള്ളതിൽ ഉണ്ടായതിനു വേണ്ടി. മിൻ ഖിലാഫി സുമനിയത്തി, സുമനിയത്തുകാരി എതിരായതിനു വേണ്ടി. അത് നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ. സുമനിയത്തിനെയും ബറാഹിമത്തിനെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞല്ലോ. അവർക്ക് എതിർപ്പുണ്ട്. അതെ, സോമനാഥ. ഫി ജമീ നദരിയാത്തി, എല്ലാ നദരിയാത്തിലും അവർക്ക് ഇഖ്തിലാഫുണ്ട്. വൽ മലാഹിദത്തി, മലാഹിദത്തിനും എതിരിട്ട്. മലാഹിദത്തിന് മുൽഹിദിൻ്റെ ബഹുവചനമാണ് മലാഹിദത്ത്. അത് സത്യത്തിൽ നിന്ന് അകന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. കാഫിര്യങ്ങൾക്ക് തന്നെയാണ് മലാഹിദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇഖ്തിലാഫുണ്ട്. അതിൽ ഫലാസിഫ, ചില ഫലാസിഫത്തിനും എതിരുണ്ട്. ഫിൽ ഇലാഹിയാത്തിൽ. അപ്പോൾ എല്ലാ നദരിയാത്തിലും അവർക്ക് ഇഖ്തിലാഫില്ല. ബഅദുൽ ഫലാസിഫത്തിന് അതിൽപ്പെട്ട ഇലാഹിയാത്ത് എന്ന് പറയുന്ന നൗഇൽ മാത്രമേ ഖിലാഫുള്ളൂ. ബിനാഅൻ അലാ കസ്റത്തിൽ ഇഖ്തിലാഫി, ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതിൻ്റെ മേലെടുത്തുകൊണ്ട്. തനാഖുദിൽ ആറായി, അഭിപ്രായങ്ങൾ വൈരുദ്ധ്യമാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബുദ്ധി ഓരോന്നായിരിക്കും കണ്ടെത്തുന്നുണ്ടാകുക. അപ്പോൾ എല്ലാ ബുദ്ധി കണ്ടെത്തിയതും ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ബുദ്ധി എന്നുള്ളത് അറിവിൻ്റെ മാധ്യമമല്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എന്ത് പറഞ്ഞത്, അഖില് അറിവിൻ്റെ കാരണമാണെന്ന് പറഞ്ഞത്. വൽ ജവാബു, അതിനുള്ള മറുപടി ഏത്? ഇഖ്തിലാഫുൽ ആറാ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് മറുപടി അന്നദാലിക്ക, അത് ഏത്? കസ്റത്തുൽ ഇഖ്തിലാഫും തനാഖുദുൽ ആറാവും വരുന്നത് ലി ഫസാദി നദരി, അത് ചിന്താ കുഴപ്പം കാരണമായിട്ടാണ്, വേണ്ടതുപോലെ ചിന്തിക്കായിട്ടാണ്. ഫലാ യുനാഫി കൗനു നദരി സഹി, അത് എതിരല്ല ശരിയായ മനനം മിനൽ അഖിലി, ബുദ്ധിയിൽ നിന്ന്, മുഫീദല്ലിൽ ഇൽമി, അറിവ് ഉണ്ടാക്കി തരുന്നതാണെന്നുള്ളതിനോട് എതിരല്ല. അല അന്ന മാതക്കർത്തും, അതുമല്ല നിങ്ങൾ പറഞ്ഞതും ഇസ്തിദ്ലാലും ബിൻ നദറിൽ അഖിലി, അഖിലിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള തെളിവ് പിടിക്കലല്ലേ. അപ്പോൾ ഫഫീഹി ഇസ്ബാത്തുമാ നഫൈത്തും, അഖിലൊന്നും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിഷേധിച്ച ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തൽ നിഷേധികളായ നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ. ഫതനാഖുദു, അതല്ലേ വൈരുദ്ധ്യം. നിങ്ങൾ പറയുന്നത് അഖിൽ കൊണ്ട് ഒരു അറിവ് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കണ്ടെത്തൽ ഒരു അഖിലിൻ്റെ കണ്ടെത്തലല്ലേ. അപ്പോൾ എന്താണ്? അഖിൽ കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയും ചെയ്യുക. ഈ അഖിൽ കൊണ്ടുള്ള കണ്ടെത്തൽ കൊണ്ട് തന്നെ നിങ്ങളൊരു ദഅവയെ ഇസ്ബാത്ത് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അതല്ലേ വൈരുദ്ധ്യമാകുന്നത്. അതാ എന്ന് അതിന് മറുപടിയായി പറയാണ്. അതാ ഫൈൻ സഅമു, ഇനി അവർ വാദിക്കുകയാണെങ്കിൽ അന്നഹു ബഅദുൽ ഫലാസിഫത്തിൻ്റെ മുഖാലഫത്ത്, അത് മുആറദത്തുൽ ഫാസിദി ബിൽ ഫാസിദി, തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കലാണ്. അഥവാ ഇരുളുകൊണ്ട് ഇരുളിനെ അടക്കലാണ് എന്നൊക്കെ, ഓട്ടയെ അടക്കുക എന്നൊക്കെ പറയലില്ലേ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണല്ലോ. ഫാസിദിനെ ഫാസിദ കൊണ്ട് അല്ലാണല്ലോ ഏത് സഹീഹായ നദർ, അറിവിനെ ഫായിദ ഒപ്പിക്കുക എന്നുള്ളത്. അത് എന്താണ്? കുൽന, നമ്മൾ പറയുന്നു ഇമ്മാ അൻ യുഫീദ ഷൈഅൻ, ഒരുപക്ഷെ എന്തിനെങ്കിലും ഫായിദ ഒപ്പിക്കും. അപ്പോൾ വലാ യകൂനു ഫാസിദൻ, ഫാസിദ് അത് ഫാസിദാവൂല. ഔ ലാ യുഫീദു, അല്ലെങ്കിൽ ഫായിദ ഒപ്പിക്കൂല. അപ്പോൾ വലാ യകൂനു മുആറദത്തൻ, ഒരു മുആറദയാവുകയും ചെയ്യുകയില്ല
എന്തുകൊണ്ടാണ്? മുആറള ആകണമെങ്കിൽ അത് മൻആയിരിക്കണം. ഒരു കാര്യത്തെ ഗണ്ണിക്കുന്നതിനാണ് മുആറള എന്ന് പറയുക. അതിലൊരു പ്രത്യേകമായ ഒരു നൗആണ് മൻഅ എന്ന് പറഞ്ഞാൽ. ഇത് മൻആകുന്നു ഇല്ലല്ലോ. അപ്പോൾ എന്ത് മനസ്സിലായി? സ്വഹീഹായ നദർ അറിവിനെ ഫായിദ ഒപ്പിക്കുന്നതാണ് എന്നുള്ളിടത്തേക്ക് എത്തി. സ്വഹീഹായ നദർ അറിവിനെ ഫായിദ ഒപ്പിക്കും. ഫൈൻ ഖീല കൗനുൻ നദരി മുഫീദൽ ലിൽ ഇൽമി ഇൻകാന ലറൂരിയൻ, ചിന്ത അറിവിനെ ഫായിദ ഒപ്പിക്കുന്നത് അത് ലറൂരിയാണ് എങ്കിൽ ലം യഖഅ ഫീഹി ഖിലാഫുൻ, ആ ചിന്തയിൽ ഖിലാഫ് ഉണ്ടാവില്ലല്ലോ. എന്നാൽ കമാഫി ഖൗലിന അൽ വാഹിദു നിസ്ഫുൽ ഇസ്നൈനി എന്ന് പറഞ്ഞു, ഒന്ന് രണ്ടിൻ്റെ പകുതിയാണ് എന്ന് പോലെ അതെന്താണ്? വളരെ ലറൂരിയായ വിഷയമാണ്. ഇനി വൈങ്കാന നദരിയൻ, ചിന്തയിലൂടെ ലഭിക്കുന്ന അറിവ് നദരിയാണെങ്കിൽ ലസിമ ഇസ്ബാത്തുൻ നദരി ബിൻ നദരി, നദറിനെ നദർ കൊണ്ട് സ്ഥിരപ്പെടുത്തലാവൂലേ? കാരണം നദറിലൂടെയാണ് നമുക്കൊരറിവ് കിട്ടുന്നത്. ആ അറിവ് നദരിയാണെങ്കിൽ നദരീനെ നദർ കൊണ്ട് സ്ഥിരപ്പെടുത്തലാകും. വൈനഹു ദൗറുൻ, അത് ദൗറാണ്, അത് ചക്രം പോലെ ഇങ്ങനെ കറങ്ങുന്നതാ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഇതിനെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ അത് വേണം, അതിനെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഇത് വേണം, ഇതറിയണമെങ്കിൽ അതും, അതറിയണമെങ്കിൽ ഇതും എന്ന് വരൂലേ എന്ന്. കുൽന, ഞങ്ങൾ പറയുന്നത് അല്ലറൂരിയു ഖദിയ കോഫി ഖിലാഫുൻ, ലറൂരിയിലും ഖിലാഫ് ഉണ്ടാകാമല്ലോ. അതെന്ത്? ഇമ്മാലി ഇനാദിൻ, ഒരുപക്ഷെ പിടിവാശി കാരണമായിട്ട് തർക്കം, ഔലി ഖുസൂരിൻ ഫിൽ ഇദ്റാക്കി, അല്ലെങ്കിൽ കണ്ടെത്തുന്നതിലുള്ള അപര്യാപ്തതയ്ക്ക് വേണ്ടി ഒരു വീഴ്ച കാരണമായിട്ട്. ഫൈനൽ ഉഖൂല മുതഫാവിത്ത, കാരണം ബുദ്ധിയെല്ലാം തുല്യമല്ലല്ലോ, വ്യത്യസ്തമാണല്ലോ. ബി ഹസബിൽ ഫിത്രത്തി, ജന്മനാ തന്നെ. ഖിലാഫലിൽ മുഅ്തസില, മുഅ്തസിലത്തിന് എതിരുകൊണ്ട്. ബിത്തിഫാഖി മിനൽ ഉലമാ, ഇപ്പം പറഞ്ഞത് ഉഖലായി എല്ലാവരുടെയും ഇത്തിഫാക്ക് കൊണ്ടാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള ഉഖലാഇൻ്റെ എല്ലാം ഇത്തിഫാക്ക് കൊണ്ട് ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ, ഉഖൂലുകൾ മുത്തഫാവിത്താണ് എന്നും അതുകൊണ്ട് കണ്ടെത്തുന്നതിൽ വ്യത്യാസമുണ്ടാകാമെന്നും അതുകൊണ്ടാണ് ഇഖ്തിലാഫുൽ ആറാ വരുന്നത് എന്നും, അതുപോലെ വസ്തിദ്ലാലി മിനൽ ആസാർ, അസറുകളിൽ നിന്ന് ഉള്ള കണ്ടെത്തലുകളിലൂടെയും വശഹാദത്തി മിനൽ അഖ്ബാർ, ഖബറുകളിലൂടെ സാക്ഷിത്വത്തിലൂടെയും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹുന്ന നാഖിസാത്തുൽ അഖ്ലി, അവർ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന്. അപ്പോൾ എല്ലാവരുടെയും ബുദ്ധി മുസാവി അല്ലല്ലോ. അപ്പം ബുദ്ധി അഖിലുകൾ മുസാവി അല്ലാതിരിക്കുമ്പോൾ ആ അഖിലുകളെ കൊണ്ട് കണ്ടെത്തുന്നതായ കാര്യങ്ങളും മുസാവിയാവുകയില്ല, അതിൽ ഇഖ്തിലാഫ് ഉണ്ടാകാം. അതാ മാത്രമല്ല അള്ളാഹു പറഞ്ഞു ഫഇല്ലം യകൂന റജുലൈനി ഫറജുലുൻ വംറഅതാനി, രണ്ട് പുരുഷന്മാർ സാക്ഷ്യം വഹിക്കാനില്ലെങ്കിൽ ഫറജുലുൻ, ഒരു പുരുഷനും വംറഅതാനി, രണ്ടാമത്തെ പുരുഷൻ്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുങ്ങളും നിൽക്കട്ടെ. അപ്പോൾ എന്താണ്? രണ്ട് പെണ്ണുങ്ങളുടെ അക്കില് കൂടുമ്പോൾ മാത്രമേ ഒരു റജുലിൻ്റെ അക്കിലിൻ്റെ അടുത്ത് എത്തുകയുള്ളൂ എന്നാണല്ലോ അവരെ മനുഷ്യരെ പടച്ച അള്ളാഹു കൂടി പറയുന്നത് എന്ന്. വൻ നദരിയു, നദരിയെ കതി യസ്ബുത്ത് സ്ഥിരപ്പെടും. ബിൻ നദറിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ചിന്തയിലൂടെയാണ് സ്ഥിരപ്പെടുന്നത്. ലാ യുഅബറു അൻഹു ബിൻ നദർ, അതിനെക്കുറിച്ചിട്ട് നദർ എന്ന് ഇബാറത്തിടപ്പെടുകയില്ല. കമാ യുഖാലു ഖൗലുന അൽ ആലം മുതഗയ്യിർ, ലോകം മാറ്റത്തിന് വിധേയമാണ്, ചേഞ്ചബിളാണ്. വകുല്ലു മുതഗയ്യിരിൻ, ഏത് ചേഞ്ചബിളായ വസ്തുവും ഹാദിസുൻ, അത് നവീനമായിരിക്കും. യുഫീദു എന്നുള്ളത് യുഫീദു എന്തിനെ ഫായിദപ്പിക്കുന്നുണ്ട്? റിസൾട്ട് എന്താ തരുന്നത്? അൽ ഇൽമ ബിഹുദൂസിൽ ആലം ബിദ്ദറൂറ, ഈ ലോകം അത് ഹാദിസാണ്, അനാദ്യമല്ല, അതിനൊരാദ്യമുണ്ട്, തുടക്കമുണ്ട്. ബിദ്ദറൂറ എന്ന് നമുക്ക് അറിവിനെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. വലൈസ ദാലിക ലിഖുസൂസിയത്തി ഹാദൻ നദരി, എന്നാൽ ഈ പറയപ്പെട്ടതായ വിഷയം അല്ല, അഥവാ അറിവിനെ ഫായിദ ഒപ്പിക്കും എന്നുള്ളത് ഈ നദറിൻ്റെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയല്ല. ബല്ലി കൗനിഹി സ്വഹീഹൻ, നദർ ശരിയായതിനു വേണ്ടിയാ. മക്റൂനൻ ബി ശറായിത്തിഹി, നദറിന് ഉണ്ടാകേണ്ടതായ സകല ഷർത്തുകളും സമ്മേളിച്ചത് കൊണ്ടാണ് ഈ നദറിൽ നിന്ന് നമുക്ക് ഈ അറിവ് ലഭിക്കുന്നത്. ഫയക്കൂനു കുല്ലു നദറിൻ സഹീഹിൻ മക്റൂൻ ബി ശറായിത്തിഹി, അപ്പോൾ ഏതൊരു ശരിയായ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ ഷർത്തുകളോടുകൂടെ അന്വരിച്ചിട്ടുണ്ടെങ്കിൽ മുഫീദൽ ലിൽ ഇൽമി, അറിവിനെ ഫായിദ ഒപ്പിക്കുന്നതാണ് എന്ന്. ഒഫി തഹ്കീഖി ഹാദൽ മൻഇ, ഈ മൻഇനെ സ്ഥിരപ്പെടുത്തുന്നതിലുണ്ട് സിയാദത്തു തഫ്സീൽ, ഒരു അധികരിച്ച വിശദീകരണമുണ്ട്. ലാ തലീഖു ബി ഹാദൽ കിതാബി, ഈ കിതാബിനോട് യോജിക്കാത്ത രീതിയിൽ അത്രയും വിശാലമായ വിശദീകരിക്കേണ്ട കാര്യം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആ ചർച്ച വലിച്ചു കൊണ്ടുവരുന്നില്ല എന്നാണ് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി പറയുന്നത്.